സച്ചിദാനന്ദ്, അശോകൻ ചെരുവി, പിന്നെ സുനിൽ പി ഇളയർ, ഇവരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ നിന്നുള്ള കൽപ്പന വന്നാൽ അപ്പോൾ ഉണരും. അത് കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങും. ഇവരാണ് ശരിക്കുള്ള മരപ്പട്ടി. ഈ പാർട്ടി ഓഫീസിൽ നിന്നുള്ള കൽപ്പന വരാത്തത് കൊണ്ട് ഇപ്പൊ സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ചാവട്ടെ, ഈ നാട്ടിൽ നടക്കുന്ന വേറെ ഏതെങ്കിലും പ്രശ്നത്തെക്കുറിച്ചാവട്ടെ ഒന്നും പ്രതികരിക്കുന്നില്ല. ഇവരുടെയൊക്കെ പ്രതികരണ ശേഷി പാർട്ടി ഓഫീസിൽ പണയം വെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇതുവരെ നെടുമങ്ങാട്ടുള്ള സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോകാൻ സമയം കിട്ടിയിട്ടില്ല. സംതൃപ്ത കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കാൻ പറ്റിയിട്ട് ഇവിടുന്ന് ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ ഈ ചെറുപ്പക്കാരന്റെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്നിട്ട് ഈ മരിച്ചുപോയ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചു എന്നവർ. അങ്ങനെയുള്ള മന്ത്രിമാരും ഉണ്ട് നമ്മുടെ ഈ മഹത്തായ കേരള ഭൂമി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ രീതിയിൽ പെരുമാറുമ്പോൾ അതിനോട് പ്രതികരിക്കാനുള്ള ധാർമ്മിക ശക്തി ഇവിടുത്തെ ഈ സാംസ്കാരിക മരപ്പട്ടികൾക്കില്ല. അവരൊക്കെ പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചയും മേടിച്ച് സമാധാനമായിട്ട് സാഹിത്യ അക്കാദമി മെമ്പർ, സെക്രട്ടറി, അതല്ലെങ്കിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റുകാരിൽ ഞെളിഞ്ഞു പോവുകയാണ്. യഥാർത്ഥ സാംസ്കാരിക വില്ലൻ എന്ന് പറയുന്നത് മരപ്പട്ടിയാണ്. മരപ്പട്ടിക്ക് അതിനുള്ള ആർജവം ഉണ്ടായി. മരപ്പട്ടി മുഖ്യന്റെ ഉടുമുണ്ടിലും അടിവസ്ത്രത്തിലും ഒക്കെ മൂത്രം ഒഴിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. സത്യത്തിൽ ഈ ക്ലിഫ് ഹൗസിലെ മരപ്പട്ടിയെ എവിടെയെങ്കിലും വെച്ച് കാണണ ആദരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.